ഗൈസ് ഞാനിന്ന് സാമി മഠത്തിൽ ഇന്ന് ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെറുതെ ഒന്ന് പെട്ടി തുറന്നു. ഇന്ന് പണി മുടക്കാണല്ലോ, രാവിലെ തുറക്കണം എന്ന് വിചാരിച്ചതാണ്. എൻ്റെ മോനെ പറഞ്ഞ് തുറക്കണ്ട, ഇത് എറിഞ്ഞു പൊളിക്കണ്ടാന്ന്. അങ്ങനെയാണ് ഞാൻ തുറക്കാഞ്ഞത്. രാവിലെ തുറന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ എൻ്റെ അടുക്ക ക്യാരറ്റ് ഉണ്ട്, അതേമാതിരി ഇന്ന് രാവിലെ ഇട്ടതാണ്, ഉപ്പിലിട്ടതാണ് മാങ്ങ, പച്ചമാങ്ങ രാവിലെ ഇട്ടതാണ്. പക്ഷെ എങ്ങനെ പൊടിച്ചില്ലാന്ന് വാങ്ങിയാൽ പറഞ്ഞത്, പൊടിച്ചില്ല അയച്ച് നാളെ വരാം. പിന്നെ നെല്ലിക്ക പഴയത് ലൊട്ടക്കച്ച്, പിന്നെ മറ്റുള്ള ഐറ്റംസാണ് ഉള്ളത്, സവനപ്പ് അങ്ങനെയല്ല ഉള്ളത്. ഞാൻ തുറന്നേരം എൻ്റെ ആൾ കുറച്ച് സമയം ഇരുന്നു, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളാക്കാൻ വരുമോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ട് ഇരുന്ന് പോയി. ഞാൻ പറഞ്ഞു പോടുമെന്ന് പറഞ്ഞിട്ട് പോയി. പ്രശ്നത്തിനൊന്നും ആരും വന്നില്ല. അപ്പോൾ അവിടെ കൃഷ്ണാട്ടം തുറന്നിനേനു. ഇവിടെ സിറ്റിയിലെല്ലാം കുറച്ച് പീടികകളെല്ലാം തുറന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡൗട്ടിൽ ഞാൻ തുറന്നതാണ്. പക്ഷേങ്കിൽ 1 മണിക്കൂർ തന്നെ ചെറിയൊരു കച്ചവടം ഉണ്ടായി. 1 മണിക്കൂറോടെ സത്യം പറഞ്ഞാൽ ചുമയുണ്ട് കേട്ടോ. രാവിലെ തുറക്കേണ്ടതാണ്. എൻ്റെ മോനാ നാൾ തുറക്കണ്ടെന്ന് പറഞ്ഞു. രാവിലെ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല കച്ചവടം ഉണ്ടാവുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യുക. സത്യം ഇന്ന് തുറക്കുന്നതെങ്കിൽ ഞാൻ ഇന്നലെ ഐസ് പെട്ടിയിൽ ഐസ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ സെയിൻ ബസാറിൽ നിന്ന് ഞാൻ ഐസ് വേറെ പാക്കറ്റ് ഐസ് വാങ്ങിയിട്ടുണ്ടാവും, വത്തക്കവെള്ളത്തിന് ഇടാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഞാൻ ഭാഗ്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബട്ടൺ അമർത്തുക. ഇങ്ങനത്തെ ചെറിയ എന്താണ് പീടികകളെല്ലാം ഇങ്ങനത്തെ ഹർത്താലിനും എന്താണ് പണിമുടക്കിൻ്റെ സമയത്തെല്ലാം ഇതെല്ലാം ഇവർക്ക് ബാധകമല്ലാത്ത വിധത്തിൽ ചില നമ്മളെല്ലാം ഇതിനെ കൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പം ഇതെല്ലാം ഒഴിവാക്കി തരണം, അത്രേ എനിക്ക് പറയാനുണ്ടോ. ആരായാലും കാണൂലേ, ഒഴിവാക്കി തരണം ഈ പണിമുടക്കുന്നെല്ലാം. ഇതിൽ നിന്നെല്ലാം നമ്മളെല്ലാം മരുന്ന് വാങ്ങുന്നത്, അതെല്ലാം ഓർത്തിട്ടെങ്കിലും ദയവ് ചെയ്ത് പണിമുടക്കുന്നെല്ലാം ഒഴിവാക്കി തരേണ്ടതാണ്. ഗൈസ്, നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതിൽ എന്താണ് അഭിപ്രായങ്ങൾ